പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയിൽ ലവ് ജിഹാദ് അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു സംഗതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് കാണണമെന്നില്ല. ഇതിനെക്കുറിച്ച് താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. UK-യിൽ പാർലമെൻറ്റിൽ നടത്തിയ അവിടെ ഒരു MP നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദയവായി എന്നെ ആരും ഒരു വർഗീയവാദി ചാപ്പയോ അത്തരം ചാപ്പയൊന്നും കുത്തി എന്നെ അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നുകൂടി അറിയിച്ചുകൊണ്ട് തുടങ്ങാം. സംഭവം നടന്നത് അങ്ങ് UK ബ്രിട്ടനിലെ പാർലമെൻറ്റിൽ അവിടെ ഒരു MP, അദ്ദേഹത്തിൻ്റെ പേര് റൂപ്പർട്ട് ലൂ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും കൂടി പറയാം. അദ്ദേഹം ഒരു പ്രതിപക്ഷ MP ആണ്. കൃത്യം പറഞ്ഞാൽ റീസ്റ്റോർ ബ്രിട്ടൻ എന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഗ്രേറ്റ് യാൺവർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ആ പാർലമെൻറ്റിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നു. ഇപ്പോൾ ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് ജനപിന്തുണയുള്ള ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ പിന്തുണയ്ക്കുന്ന ഒരു പ്രമേയത്തെ ഒരു പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടാനായിട്ടുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു MP എന്ന നിലയിൽ ഈ ശൂന്യവേള പോലെയുള്ള അവസരങ്ങളിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ കൊണ്ടുവരാനായിട്ട് ഒരു MPക്കുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുപ്രകാരമാണ് അദ്ദേഹം ഈ ഒരു കാര്യം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. അവതരിപ്പിച്ച ആ സംഗതിയുടെ പേര് ഇൻഡിപെൻഡൻറ്റ് റേപ്പ് ഗ്യാങ് ഇൻക്വയറി റിപ്പോർട്ട്, ഒരു അന്വേഷണ റിപ്പോർട്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് ഇദ്ദേഹം തന്നെ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തി, അതിന് വേണ്ട സംഘങ്ങളെ നിയോഗിച്ച് അന്വേഷണം നടത്തി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ജനങ്ങളിൽ നിന്ന് ഏതാണ്ട് 6.3 കോടി രൂപ സമാഹരിച്ചാണ് ഈ അന്വേഷണം നടത്തിയത്. ഏതാണ്ട് 2,60,000-ഓളം പേർ അഭിപ്രായ വോട്ട് രേഖപ്പെടുത്തി ഇങ്ങനൊരു അന്വേഷണം വേണം, അല്ലെങ്കിൽ ആ ഹർജിയിൽ അവർ അത്രയും പേർ ഒപ്പ് ചാർത്തിയത് കൊണ്ടാണ് ഇങ്ങനൊരു അന്വേഷണം നടന്നത് തന്നെ. അപ്പോൾ എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്നുകൂടി നോക്കണം. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് റേപ്പ് ഗ്യാങ് ഇൻക്വയറി റിപ്പോർട്ട്, സ്വതന്ത്രമായ ഒരു അന്വേഷണ റിപ്പോർട്ട്. റേപ്പ് ഗ്യാങ്, ബലാത്സംഗ സംഘങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് ഗ്രൂമിംഗ് ഗാങ്സ് എന്നാണ്. നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരു കാലത്ത് ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ റോമിയോ ജിഹാദികൾ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ടിൽ പറയുന്നു, UK-യിൽ ബ്രിട്ടനിൽ ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം വരുന്ന പെൺകുട്ടികൾ, അത് പ്രായപൂർത്തിയാകാത്ത 11ഉം 13ഉം ഒക്കെ വയസ്സുള്ള ഏതാണ്ട് 2.5 ലക്ഷം വരുന്ന പെൺകുട്ടികൾ ബലാത്സംഗത്തിന്, ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഈ ഒരു കൃത്യം ചെയ്തവരിൽ ബഹുഭൂരിപക്ഷം വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് UK-യിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളാണ് എന്നുള്ള വിവരമാണ് അദ്ദേഹം ഈ അന്വേഷണ റിപ്പോർട്ടിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട്. ഏതാണ്ട് 2005 മുതൽ 2017 വരെ, ഇത് രേഖാമൂലം, അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ടല്ല, UK സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ 2005 മുതൽ 2017 വരെ നടന്ന അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 264 കേസുകളിൽ കുറ്റവിചാരണ നടത്തി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രതികളായവരിൽ ഏതാണ്ട് 84% സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അതിൽ ഏറിയ പങ്കും പാകിസ്ഥാനികളാണ് എന്നുള്ള ഔദ്യോഗിക വിവരം കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടനിൽ കുടിയേറിയിരിക്കുന്ന മുസ്ലിം ജനവിഭാഗം എന്ന് പറയുന്നത് ഏതാണ്ട് 40 ലക്ഷത്തോളം വരും, അല്ലെങ്കിൽ UK-യിൽ അത്രയും 40 ലക്ഷത്തോളം പേർ മുസ്ലിങ്ങളായിട്ടുണ്ട്. അതിലേതാണ്ട് 16.6 ലക്ഷം പേർ പാകിസ്ഥാൻ സ്വദേശികളും അതിൽ 15 ലക്ഷം പേർ മുസ്ലിങ്ങളുമാണ്. അപ്പം മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 3%-ലധികം വരുന്ന പേർ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം ഈ അന്വേഷണ റിപ്പോർട്ടായ ഈ ഗ്രൂമിംഗ് ഗാങ്സിലൂടെ ഉദ്ദേശിച്ചത് എന്തെന്നാൽ, പ്രായപൂർത്തിയാകാത്ത 11ഉം 13ഉം വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ അവർ കൃത്യമായി ടാർഗറ്റ് ചെയ്ത, ഒന്നെങ്കിൽ അരക്ഷിതമായ കുടുംബ പശ്ചാത്തലം ഉള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാനസിക സംഘർഷം നേരിടുന്നവർ, പിന്നെ ചില കെയർ ഹോം, ചില ആശ്രയ മന്ദിരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മാതാപിതാക്കളില്ലാത്തതിൻ്റെ പേരിലൊക്കെ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന കുട്ടികളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവർക്ക് ആദ്യം ചില സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യും. പിന്നെ അത് മദ്യമാകും, സിഗരറ്റാകും, ചെറിയ ലഹരി വസ്തുക്കളാകും. അതിനുശേഷം ഇവരെ ഒന്നുകിൽ സൗഹൃദം സ്ഥാപിച്ചിട്ട് പിന്നെ കണ്ടുമുട്ടാനുള്ള ഇടങ്ങളിൽ കണ്ടുമുട്ടുന്നു. പിന്നീട് ഈ കണ്ടുമുട്ടൽ സ്കൂൾ ഗേറ്റിൽ ടാക്സികൾ എത്തിച്ചുകൊണ്ട് ഇവരെ കയറ്റിക്കൊണ്ടു പോകുന്നു. എന്നിട്ട്
റെസ്റ്റോറൻറ്റുകളിൽ, പാർക്കിൽ, ഹോട്ടൽ റൂമുകളിലൊക്കെ കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനുശേഷം ഇവർ വിശേഷിപ്പിക്കുന്നത് ഇവരെ വൈറ്റ് ട്രാഷ് എന്നാണ്. അതായത് ഈ പീഡനത്തിനിരയായവരിൽ ഏറിയ പങ്കും UK വെള്ളക്കാരാണ്, അല്ലെങ്കിൽ UK സ്വദേശികളായിട്ടുള്ളവരാണ് ഏറിയ പങ്കും ഉള്ളവർ. അവരെ വൈറ്റ് ട്രാഷ് എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. അതായത് വംശീയമായ വെറും മാലിന്യങ്ങൾ, നിങ്ങൾ പീഡനത്തിന് വിധേയരാകേണ്ടവരാണ് എന്ന തരത്തിൽ ഇവരെ ഈ മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറയുമല്ലോ, അതേ രീതിയിൽ അവരെ അങ്ങനെ വിശ്വസിപ്പിച്ച് വെക്കുന്നു. കൂടാതെ ഇവരെല്ലാം കുഫറുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, ദൈവവിശ്വാസമില്ലാത്തവർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ പീഡനത്തിന് വിധേയരാകേണ്ടവരാണ് എന്ന തരത്തിൽ ഈ ഇരകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ ആ രീതിയിൽ ചിന്തിപ്പിക്കുക പോലും ചെയ്തിട്ടാണ് ഈ രീതിയിൽ ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കൂടാതെ ഇവിടെ അറിയേണ്ട ചില സംഗതികളുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നു. ചില സ്കൂൾ അധികൃതർ, അന്വേഷണ ഉദ്യോഗസ്ഥർ, അധികൃതർക്ക് റിപ്പോർട്ട് നൽകുന്നു. ചില മുതിർന്നവർ വന്നിട്ട്, അപരിചിതരായ മുതിർന്നവർ വന്നിട്ട് സ്കൂൾ ഗേറ്റുകളിൽ നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന തരത്തിൽ ചില സ്കൂൾ അധികൃതർ പരാതിപ്പെടുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങളിലൊന്നും നടപടികൾ ഉണ്ടാകുന്നില്ല. കാര്യം അങ്ങനെ പോലീസോ അധികൃതരോ നടപടിയെടുത്താൽ അങ്ങനെ നടപടി എടുക്കുന്നവരെയെല്ലാം വംശീയ വെറിയുള്ളവർ അല്ലെങ്കിൽ വർഗീയവാദികൾ എന്ന തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നു. അല്ലെങ്കിൽ അത്തരക്കാരെ സോഷ്യൽ മീഡിയയിലടക്കം പരിഹാസ കഥാപാത്രങ്ങളാക്കി ചിത്രീകരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഭയന്ന് പലരും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നില്ല, നടപടിയെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ വരുന്നത്. അതോടൊപ്പം മുൻകാലങ്ങളിൽ ചില ആക്ഷേപങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ചില ടാക്സി ഡ്രൈവർമാരുടെ പെർമിറ്റുകളും ലൈസൻസുകളും അടക്കമുള്ളവർ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഈ അധികാരവർഗം ഇത്തരം ടാക്സി ഡ്രൈവർമാരുടെ അനുമതികൾ വീണ്ടും പുനഃസ്ഥാപിച്ചു കൊടുക്കുന്ന നടപടികളൊക്കെ വന്നു. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇദ്ദേഹം ആരോപിക്കുന്നത് ഇതെല്ലാം കൃത്യമായ വോട്ട് ബാങ്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അധികൃതർ ഈ കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ വംശീയ വെറി ഉണ്ടാക്കുന്നവരാണെന്ന പ്രതീതി അല്ലെങ്കിൽ ആ ഒരു പേരുദോഷം കേൾക്കാൻ അധികൃതർ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ പേരിലെല്ലാം ഇത്തരം സംഭവങ്ങളോട് കണ്ണടയ്ക്കുന്നു എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇദ്ദേഹം ആവർത്തിക്കുന്നത്. അതോടൊപ്പം ഈ അന്വേഷണ റിപ്പോർട്ടിൽ ചില ഗുരുതരമായ പരാമർശങ്ങൾ കൂടിയുണ്ട്. UK ആരോഗ്യവകുപ്പ് NHS എന്നാണ് അദ്ദേഹം അത് അറിയപ്പെടുന്നത്. അപ്പോൾ NHSൻ്റെ കണക്ക് പ്രകാരം പല സംഭവങ്ങളിലും 11, 13 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ ജനനേന്ദ്രിയങ്ങളിൽ ഗുരുതരമായ പരിക്ക് പറ്റിയ നിലയിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട തരത്തിലൊക്കെ, പിന്നെ ഗർഭധാരണം ഉണ്ടായ പെൺകുട്ടികൾ അടക്കമുള്ള കേസുകളെല്ലാം തന്നെ അവരുടെ പക്കൽ വന്നിട്ടുണ്ട്. അതേപോലെ ആത്മഹത്യാശ്രമം നടത്തിയ കേസുകൾ. എന്നിട്ടും അവരെയൊക്കെ എന്താ പറയുക, വെറും വൈദ്യപരിശോധനകൾ മാത്രം അല്ലെങ്കിൽ വേണ്ട ചികിത്സകൾ മാത്രം നടത്തി ഡിസ്ചാർജ് ചെയ്യുന്ന സംഭവങ്ങൾ, ആ ഡിസ്ചാർജ് ചെയ്യുന്ന സംഭവങ്ങളിൽ ഏറിയ പങ്കും ഈ വേട്ടക്കാർക്കൊപ്പം തന്നെ അവരെ പറഞ്ഞു വിടുന്ന സംഭവങ്ങളുണ്ടെന്നുള്ള ആരോപണം ഇദ്ദേഹം ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് മാനസികമായ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെ ട്രോമ കെയർ പോലെയുള്ള സംവിധാനങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കേണ്ടതാണ്. പക്ഷെ അതുപോലും ചെയ്യാതെ ഇവരെ പറഞ്ഞയക്കുന്ന തരത്തിലുള്ള സംഗതികളുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കേസല്ല. 1950 മുതൽ ബ്രിട്ടനിൽ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നു. 1970 മുതൽ ഇത് തുടർച്ചയായിട്ട് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ അധികൃതർ ഇതിനോടൊരു ബോധപൂർവമായ മൗനം പാലിക്കുന്നു. അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. പലരും ഇതിനെ ഒരു വോട്ട് ബാങ്ക് അവസ്ഥയിലേക്ക് കാണുന്നു, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ വർഗീയവാദികൾ, വംശീയവാദികളെന്ന് ചിത്രീകരിക്കുന്നത് അവരുടെ പ്രതിച്ഛായ ഭംഗം ഉണ്ടാകും എന്നുള്ളവർ ഭയക്കുന്നു. അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഈ പരിപാടികൾക്കൊന്നും മുതിരാത്തത് എന്നാണ് ഇദ്ദേഹം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ UK ജനങ്ങൾക്കിടയിൽ ഒരു വലിയൊരു ആവശ്യമുണ്ട്. ഇവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ കർക്കശമാക്കണം. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വലിയ സംഘങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. അത്തരക്കാർക്കെതിരെ 50 വർഷം വരെ കഠിന തടവ് നൽകണം. ഇത്തരം ഗ്യാങ്ങുകളിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് 25 വർഷം വരെ കഠിന തടവ് ഏർപ്പെടുത്തണം. പിന്നെ അവിടെ കുടിയേറി വന്ന് ബ്രിട്ടീഷ് പൗരത്വം നേടിയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ പൗരത്വം പോലും റദ്ദാക്കി അവരവരുടെ നാടുകളിലേക്ക് നാട് കടത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഗുരുതരമായ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ
അവിടെ ഭരണപക്ഷമായ ലേബർ പാർട്ടി അതൊരു മധ്യ ഇടതുവർഗ പാർട്ടിയാണ്. പിന്നെ കടുത്ത ഇടതുപക്ഷ അനുഭവമുള്ള പാർട്ടികളും ഈ അന്വേഷണ റിപ്പോർട്ടിനെ, ഈ സ്വതന്ത്രമായി വന്ന ഈ അന്വേഷണ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയാണ്. കാരണം ഇത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. പിന്നെ കേവലമായ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് വംശീയമായ വർഗീയമായ വേർതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു റിപ്പോർട്ടാണ് എന്നാണ് ഈ ഭരണാനുകൂല രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഗതി ഉള്ളപ്പോൾ തന്നെ ഇത്തരം ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ UK-യിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് സർക്കാർ നേരത്തെ തന്നെ ഒരു അന്വേഷണ കമ്മീഷന് വെച്ചിരുന്നു എന്നുള്ള വസ്തുത കൂടി നമ്മൾ അറിയണം. ആ അന്വേഷണ കമ്മീഷൻ്റെ പേര് ബാരണസ് കേസി എന്ന അന്വേഷണ സംഘമാണ്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ല. കാരണം ഇദ്ദേഹം ഈ സ്വതന്ത്രമായ അന്വേഷണത്തിന് പുറപ്പെട്ടതിന് കാരണം തന്നെ ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് യഥാസമയം അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വെളിച്ചം കാണില്ല. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് മതിയായ സമയവും സാവകാശവും കിട്ടുകയാണ് അവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള. പിന്നെ ഇതിൽ ഇത്തരം കാലതാമസം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം അന്വേഷണ സംഘങ്ങളോട്, ഔദ്യോഗിക സംവിധാനങ്ങളോട് ഇരകളാകപ്പെട്ടവർക്കുള്ള എന്താ പറയുക, വിശ്വാസക്കുറവ്, അവമതിപ്പ്, ഇതെല്ലാം തന്നെ ഇത്തരം കേസുകളിൽ നിരന്തരമായി സംഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ അന്വേഷണത്തോട് സഹകരിക്കാത്തത് എന്നുള്ളതാണ് ഈ സംഗതിയിലുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഇദ്ദേഹം തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ ഏതാണ്ട് 218 പേജുള്ള ഒരു റിപ്പോർട്ടാണ് ഇദ്ദേഹം പാർലമെൻറ്റിൽ സമർപ്പിച്ചത്. ഇത് ഭരണപക്ഷ പാർട്ടിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു അംഗീകരിക്കപ്പെട്ടില്ല. ഈ റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് പാർലമെൻറ്റ് ചെയ്തത്. പക്ഷേ ഇതിൽ ചില വസ്തുതകളുണ്ട് എന്നുള്ള കാര്യം അനൗദ്യോഗികമായിട്ട് നമുക്ക് സമ്മതിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുമുണ്ട്. കാര്യം അങ്ങനെ ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഇവർ അന്വേഷണ കമ്മീഷനെ വെക്കേണ്ടതില്ലല്ലോ. പക്ഷേ ഇദ്ദേഹം പറയുന്ന ഈ 218 പേജുള്ള ഈ റിപ്പോർട്ടിൽ ചില കാര്യങ്ങളൊക്കെ പെരുപ്പിച്ചതാണ് എന്ന തരത്തിൽ ചില ഫാക്ട് ചെക്കർമാർ ചില വസ്തുതകളും ഇപ്പോൾ പുറത്തു വിടുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് സമൂഹ മധ്യത്തിൽ ഗൗരവതരമായ ചർച്ച ഉയർന്നു വരേണ്ടത് ആവശ്യമാണ് എന്നുള്ള തോന്നൽ ശക്തമാവുകയാണ്. കാരണം ഈ ലോകമെമ്പാടും കുടിയേറ്റ സമൂഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ആളിക്കത്തുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ. കാര്യം അവിടുത്തെ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും അവിടുത്തെ സമ്പത്തുമെല്ലാം കൊള്ളയടിക്കാൻ വരുന്നവരാണ് ഈ കുടിയേറ്റക്കാർ. പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, വലിയൊരു വിഭാഗം ആൾക്കാർ പ്രവാസികളായി മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടാണ് അവരവരുടെ രാജ്യത്തേക്കുള്ള സമ്പാദ്യങ്ങൾ കൊണ്ടുവരുന്നത്, നമ്മുടെ മലയാളികളടക്കമുള്ളവർ. അപ്പോൾ UK-യിൽ വലിയൊരു വിഭാഗം ആൾക്കാർ ഇതേപോലെ കുടിയേറിയവരാണ്. ഇപ്പോൾ പാകിസ്ഥാനികൾ ഏതാണ്ട് 16.6 ലക്ഷം പേർ പാകിസ്ഥാനികളായിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം പേർ ഇന്ത്യക്കാരായിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ പാകിസ്ഥാനികളായിട്ടുള്ളവർ ചെയ്യുന്ന ഈ കൊള്ളരുതായ്മയുടെ ഫലം ഈ കുടിയേറി വരുന്നവർ എന്തോ കുഴപ്പക്കാരാണ് എന്ന തരത്തിലൊരു വിശ്വാസവും അങ്ങനെ ഒരു ആശങ്കയും അവിടെയുള്ള സ്വദേശികൾക്കിടയിൽ സൃഷ്ടിച്ചാൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും. അപ്പോൾ ഈ റിപ്പോർട്ട് വെറും ഒരു വലിയ രീതിയിൽ നമുക്കൊരു ആശങ്ക ഉണ്ടാകുന്നതിനപ്പുറം ഗൗരവതരമായ ചർച്ചകൾ ഉയർന്നു വരേണ്ട ഒരു റിപ്പോർട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം വസ്തുതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ടതാണ്. അതിൽ കുറ്റക്കാരായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടി എടുക്കേണ്ടതാണ്. കാരണം ഇതേതെങ്കിലും ഒരു രാജ്യത്തെ താറടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചല്ല. സാധാരണക്കാരായ നിഷ്കളങ്കരായ 11, 13 വയസ്സുള്ള പെൺകുട്ടികളുടെ മാനം അതിനെ വിറ്റഴിക്കുക അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യാനായിട്ട് ആര് മുതിർന്നാലും അതിന് ജാതി മത ഭേദമന്യേ വർണ്ണ വർഗീയ വംശീയ വ്യത്യാസമില്ലേ അതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകേണ്ടത് ഓരോരോ മനുഷ്യരുടെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തെക്കുറിച്ച് നമ്മൾ ഈ രീതിയിലൊരു ചർച്ച തന്നെ ഉയർന്നു വരുന്നത്.